തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തെ ആരാധിക്കുവാൻ ഒരു കർത്തൃ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വചനം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. യൊരോബെയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ യഹൂദയിൽ നിന്ന് ബഥേലിലേക്ക് വന്നു. അവൻ യഹോവയുടെ കൽപ്പനയാൽ യാഗപീഠത്തോട്, യാഗപീഠമേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യാസ്ഥികളെ നിന്റെ മേൽ ചുട്ടുകളയുകയും ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞു. യൊരോബെയാം ബഥേലിലും ദാനിലും കാളക്കുട്ടികളെ പ്രതിഷ്ഠിച്ച് ഇസ്രയേലിനെ അന്യ ദൈവ ആരാധനയിലേക്ക് നയിച്ചതിന് വിരോധമായി ദൈവം അരുളി ചെയ്ത വാക്കുകളാണ് നാം ശ്രദ്ധിച്ചത്. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ദൈവകൽപ്പനയ്ക്കെതിരായി ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അതിനെല്ലാം എതിരായി ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേലുണ്ടായിട്ടുണ്ട്. ശലോമോന്റെ കാലശേഷം തൻ്റെ മകനായ രഹബയാമും തൻ്റെ ഭൃത്യനായ യൊരോബെയാമും ഇസ്രയേലിനെ 2ആയി പകുത്ത് ഭരണം നടത്തിയിരുന്ന കാലത്ത് യൊരോബെയാം ദുഷ്ടലാക്കോടുകൂടി ചെയ്ത പ്രവൃത്തിയാണ് ബഥേലിലും ദാനിലും കാളക്കുട്ടികളെ പ്രതിഷ്ഠിച്ചത്. ഇസ്രയേലിനെ സത്യാരാധനയിൽ നിന്നും പിന്തിരിപ്പിച്ച് തന്നോടൊപ്പം നിർത്തുക എന്നതായിരുന്നു തൻ്റെ ലക്ഷ്യം. അത് ഒരളവ് വരെ സാധിച്ചുവെങ്കിലും ദൈവം അതിനെതിരായിരുന്നു. ആ യാഗപീഠം അശുദ്ധമാകത്തക്ക നിലയിൽ അതിലെ പൂജാഗിരി പുരോഹിതന്മാരെ അതിന്മേൽ വെച്ച് അറക്കുകയും അവരുടെ അസ്ഥികളെ അതിന്മേൽ വെച്ച് ചുട്ടുകളയുകയും ചെയ്യുമെന്ന് യഹോവയുടെ പ്രവാചകൻ അതിന് വിരോധമായി പ്രവചിച്ചു. അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. ആ പ്രവാചകനെ പിടിപ്പാൻ കൽപ്പിച്ച യൊരോബെയാമിന്റെ കൈ തിരികെ മടക്കുവാൻ കഴിയാതെ വരണ്ടുപോയി. സത്യ ആരാധനയ്ക്കെതിരെ പ്രവർത്തിച്ച യൊരോബെയാമിന്റെ കുടുംബം ശാപഗ്രസ്തമായി തീർന്നു. ആരാധനയെ വികലമാക്കുന്നവർ ഇന്ന് അനേകരാണ്. 2 നിലയിൽ സത്യ ആരാധനയെ അലക്ഷ്യമാക്കുകയാണ്. ഒന്ന്, സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാതെ തൽസ്ഥാനത്ത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നവർ. മറ്റൊന്ന്, ആരാധനയുടെ വ്യവസ്ഥകളെ ലംഘിക്കുന്നവർ. സത്യദൈവം ആരെന്നറിയുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നു. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. സത്യദൈവമായ യേശുക്രിസ്തുവിനെ അറിയുന്നതിലൂടെയാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും അദൃശ്യനും ആത്മാവുമായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സത്യദൈവത്തെ അറിവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഒരിക്കൽ ഭൂമിയിൽ അവതരിച്ചുവെങ്കിലും ക്രൂശിൽ മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ അടുക്കൽ നമുക്കായി ജീവിക്കുകയും ചെയ്യുന്നു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാൽ നാം ഇന്ന് ആരാധിക്കുന്നത് സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിനെയാണ്. അവൻ സകല നാമത്തിലും മേലായ നാമമുള്ളവനും സകല മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങത്തക്ക നിലയിൽ ഔന്നത്യം പ്രാപിച്ചവനുമാണ്. അതുകൊണ്ട് ആ കർത്താവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന സ്തോത്രയാഗമർപ്പിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ആരാധന ദൈവത്തിന് സുഗ്രാഹ്യവും പ്രസാദകരവുമാകണമെങ്കിൽ അത് ആത്മാവിലും സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും നല്ല മനസാക്ഷിയോടും കൂടി ആയിരിക്കണം. യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. തിരുമുൽ കാഴ്ചയുമായി അവന്റെ പ്രാകാരങ്ങളിൽ ചെല്ലുവീൻ. വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുവീൻ എന്ന് 96-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. പ്രിയരെ, സത്യദൈവത്തെ അറിയുവാൻ നിത്യജീവനായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് കൃപയാൽ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് പിതാവാം ദൈവത്തെ സത്യ ദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിൽ കൂടെ ആരാധിച്ച് ദൈവാത്മാവിൽ മഹത്വം കരേറ്റുമ്പോൾ നമ്മുടെ ആരാധന
സുഗ്രാഹ്യമായി തീരുന്നു, ദൈവത്തിന് പ്രസാദകരമായി തീർന്നു. പിതാവാം ദൈവത്തെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ ആരാധിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, നാം അനുഗ്രഹിക്കപ്പെടുന്നു. പ്രിയരെ, നമുക്ക് ആ നിലയിൽ കർത്താവിന് മഹത്വം കരേറ്റാം. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, സത്യദൈവത്തെ അറിയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് കൃപയാൽ നൽകിയത് കൊണ്ട് സ്തോത്രം. പിതാവായ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഞങ്ങൾക്ക് വേണ്ടി മരിച്ചുവെങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും സകല മഹത്വത്തിനും യോഗ്യരായി അവിടുന്ന് വാഴുകയും ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. സർവമഹത്വം അങ്ങേ തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു, ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.